രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ശക്തമായ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ ഒരു 3/4 മണിക്കൂറായി അടച്ചിട്ട കോടതി മുറിയിൽ പുരോഗമിക്കുകയാണ്. ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ മൊത്തത്തിൽ കുറേയധികം അസാധാരണതകളുണ്ട്. അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം കേൾക്കാൻ അടച്ചിട്ട മുറി വേണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുകയും പ്രോസിക്യൂഷൻ അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് അങ്ങനെ കെട്ടുകഴിവുള്ളതല്ല. അങ്ങനെ അത്രത്തോളം സാധാരണമാണ് നമുക്കറിയില്ല. ശ്രദ്ധയിൽ അങ്ങനെ ഒരുപാട് വരുന്ന ഒന്നല്ല. മുൻകൂർ ജാമ്യത്തിന്റെ വേളയിൽ തന്നെ ഒരുപാട് ദൃശ്യശ്രാവ്യ ഡിജിറ്റൽ തെളിവുകളൊക്കെ കോടതിക്ക് മുൻപാകെ ടേബിൾ ചെയ്യപ്പെടുക എന്നുള്ളതും എത്രത്തോളം സാധാരണമാണെന്ന് അറിയില്ല. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, അങ്ങനെ അസാധാരണതകൾ നിറഞ്ഞ ഒരു മുൻകൂർ ജാമ്യ ഹർജി പരിഗണന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3/4 മണിക്കൂറാകുന്നു. എപ്പോൾ വരും രാഹുൽ മാങ്കൂട്ടത്തിൽ നിർണായകമായ തീരുമാനം? മനീഷ്. ഹാഷ്മി, അനിതര സാധാരണമായ ഒരു കോടതി നടപടിയാണ് നിലവിൽ വഞ്ചിയൂരിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നടക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പ്രോസിക്യൂഷന്റെ വാദം തുടങ്ങിയിട്ടുണ്ട്. രാഹുലിന്റെ അഭിഭാഷകന്റെ പ്രധാനപ്പെട്ട വാദം ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഉന്നം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ കളിയാണിത്. ഇതിന്റെ പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രാഹുലിനെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ അന്വേഷണ സംഘം കോടതിയിൽ മുന്നോട്ട് വെക്കുന്നത് ഗർഭചിത്രത്തിനൊപ്പം തന്നെ മാനഭംഗപ്പെടുത്ത അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്നതിന്റെ മെഡിക്കൽ അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകളാണ്. ഇത്തരം തെളിവുകൾക്ക് ബദലായി നിലവിൽ രാഹുലിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെക്കുന്നത് ഇന്ന് സീൽ ചെയ്ത കവറിൽ കൊടുത്ത ഒരു ഡിജിറ്റൽ തെളിവാണ്. അതായത് ഈ അതിജീവിതയെ ഒരു തരത്തിലും താൻ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഗുളിക നൽകുവാനോ ചെയ്തിട്ടില്ല. മാത്രമല്ല, അതിജീവിതയാണ് തനിക്ക് ഗർഭചിത്രം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്റെ സുഹൃത്തിനൊരു മെസ്സേജ് അയച്ചത്. ആ വാട്സപ്പ് സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളാണ് നിലവിൽ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ രാഹുൽ ഒരു വിധത്തിലും തെറ്റുകാരനായിട്ടില്ല. ഒപ്പം തന്നെ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ അതിജീവിത വിവാഹിതയായിരുന്ന സമയത്ത്, അതായത് ഭർത്താവുള്ള സമയത്തായിരുന്നു ഈ പെൺകുട്ടിയുമായി സൗഹൃദം ഉണ്ടായിരുന്നത്. ഒരു തരത്തിലും ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ പോലീസ് ചുമത്തിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ചുമത്തിയിരിക്കുന്നത് ഗുരുതരമായ വകുപ്പുകളാണ്. ഈ വകുപ്പുകളൊക്കെ തന്നെ ചെയ്യാൻ തന്റെ കക്ഷി അത്തരത്തിലുള്ള കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കക്ഷിയെ 100% ന്യായീകരിച്ചുള്ള വാദങ്ങൾ കോടതിയിൽ നിരത്തുകയാണ്. നമുക്ക് ആ വിഷയത്തിൽ അല്പം നല്ല അറിവ് കുറവുണ്ട്. എങ്കിൽ കൂടിയും സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ ഈ പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ ഏതെങ്കിലും തരത്തിൽ തെളിവ് നശീകരണത്തിലേക്ക് പോകുമോ? ഈ പ്രതിയെ മുൻകൂർ ജാമ്യം തള്ളി അറസ്റ്റിലേക്കും കസ്റ്റഡിയിലേക്കും അന്വേഷണ ആവശ്യത്തിന് പോലീസിന് ആവശ്യമുണ്ടോ? തുടങ്ങിയ വളരെ ബേസിക്കായ കാര്യങ്ങളല്ലേ സാധാരണ പരിഗണിക്കാറുള്ളൂ. മനീഷ്. ഹാഷ്മി, നിലവിൽ പൂർത്തിയായിട്ടുള്ളത് രാഹുലിന്റെ അഭിഭാഷകന്റെ വാദമാണ്. ജാമ്യം നൽകണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ സമർത്ഥിച്ചുകൊണ്ടാണ് രാഹുലിന്റെ അഭിഭാഷകൻ ഈ രീതിയിൽ കാര്യങ്ങൾ കോടതിയിൽ സമർത്ഥിച്ചിട്ടുള്ളത്. ഇപ്പോഴിതാ പ്രോസിക്യൂഷന്റെ വാദം തുടങ്ങിയിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദമാണ് ഇത്തരത്തിൽ തെളിവ് ശേഖരണത്തിൽ പോലും രാഹുലിന്റെ അഭാവം ഈ കേസിനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഈ കേസിൽ 7ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത്, നിഷേധിക്കണമെന്ന വാദം പ്രോസിക്യൂഷൻ നിരത്തുന്നു. അതിന് മുൻപേ ആദ്യം അവസരം നൽകിയ രാഹുലിന്റെ അഭിഭാഷകൻ നിരത്തിയ വാദഗതികളാണ് ഞാൻ പറഞ്ഞത്. അതായത് ഗർഭചിത്രം നടത്താനോ അല്ലെങ്കിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കാനോ ഏതെങ്കിലും തരത്തിൽ ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് ഗുളിക നൽകാനോ ഒന്നും തന്റെ കക്ഷി മുതിർന്നിട്ടില്ല. മാത്രമല്ല, തന്റെ കക്ഷി സമൂഹത്തിൽ വലിയ നിലയും വിലയുമുള്ള ആളാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്നത്. ഇനി കോടതി അത് പരിശോധിച്ച് നിലവിൽ ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുലിന്റെ അഭാവമാണ്, കേസിലോട് സഹകരിക്കാത്ത കാര്യമാണ്. പക്ഷേ ഈ കേസിൽ മുൻകൂർ ജാമ്യ അപേക്ഷ കോടതി പരിഗണിച്ചുകൊണ്ട് രാഹുലിന് മുൻകൂർ ജാമ്യം നൽകുകയാണെങ്കിൽ ഈ കേസുമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്ന ഒരു വാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം, അത്തരത്തിലുള്ളൊരു കാര്യം കോടതിയെ നിലവിൽ രാഹുലിന്റെ അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം ഇതുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കാൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. നിലവിൽ ഈ കേസിന്റെ ആദ്യത്തെ ഘട്ടമെന്ന രീതിയിലുള്ള തെളിവ് ശേഖരണം ആരംഭിച്ചപ്പോൾ തന്നെ പലതരത്തിലുമുള്ള ഡിജിറ്റൽ തെളിവുകൾ തന്നെ നശിപ്പിക്കാനുള്ള ചില ഗൂഢാലോചനകളുടെ ചില നീക്കങ്ങൾ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്ന് മാത്രമല്ല, ഈ കേസിൽ കോടതിയുടെ പൂർണ്ണമായ സഹകരണം ഇത്തരം കാര്യങ്ങളിൽ വേണമെന്ന് കൂടി പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതി അറിയിക്കുകയാണ്. ഇപ്പോൾ രാഹുലിന്റെ അഭിഭാഷകൻ ഏകദേശം അരമണിക്കൂറോളം സമയമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഹുലിന് മുൻകൂർ ജാമ്യം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വാദഗതികൾ കോടതിയെ അറിയിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അത് നിഷേധിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ പാടില്ല എന്ന വാദം അടച്ചിട്ട മുറിയിൽ അനിതര സാധാരണ
കാരണമായി ഇരയും ഒപ്പം തന്നെ പ്രതിയും എന്തായാലും അടച്ചിട്ട ആവശ്യപ്പെട്ട മുറിയാണ് പ്രതിഭാഗം ആവശ്യപ്പെടുന്നു അടച്ചിട്ട മുറിയിലെ വാദം. പ്രോസിക്യൂഷൻ അതിനോട് എതിർക്കുന്നില്ല. കാര്യം ഇതിൽ ഒരുപാട് വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നതാണ്. അതുകൊണ്ട് അത് നാട് മുഴുവൻ അറിയേണ്ടതില്ല എന്ന് കോടതിയും തീരുമാനമെടുക്കുന്നു. അടച്ചിട്ട മുറിയിൽ വാദം തുടരുന്നു. 3/4 മണിക്കൂർ അധികമാവുന്നുണ്ട് കാര്യങ്ങൾ. 3/4 മണിക്കൂർ അധികം ശക്തമായ വാദപ്രതിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുന്നു. അത് തെളിവുകൾ സമർപ്പിച്ചുള്ള വാദപ്രതിവാദങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ മുറിക്കുള്ളിൽ നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.